യഥാർത്ഥമായ സന്തോഷം ഇവയ്ക്കൊന്നും നൽകാൻ കഴിയില്ല എന്ന് നമ്മുടെ എല്ലാവരുടെയും അനുദിന ജീവിത അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. താൽക്കാലിക സന്തോഷം നൽകും, അതിന്റെ ഫലമായി നിത്യമായ സന്തോഷം നഷ്ടമാകും. നിത്യമായ സന്തോഷം നൽകുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് നിത്യമായ സന്തോഷത്തിന്റെ ഉറവിടം. ആ ദൈവത്തിന് സാന്നിധ്യമുണ്ടെങ്കിൽ നിത്യമായ സന്തോഷമുണ്ടാകും. അത് ഉപേക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ വിലാപങ്ങളുടെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 15-ഉം 16-ഉം തിരുവചനങ്ങൾ വായിക്കും. എന്റെ ഹൃദയത്തിന് സന്തോഷം അവസാനിച്ചു, എന്റെ നൃത്തം വിലാപമായി മാറി, എന്റെ ശിരസിൽ നിന്ന് കിരീടം വീണുപോയി, എനിക്ക് ദുരിതം, ഞാൻ പാപം ചെയ്തു പോയി. ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് ദൈവിക സാന്നിധ്യം നഷ്ടപ്പെടുത്തിയിട്ട് സന്തോഷം തേടിപ്പോയി കഴിഞ്ഞപ്പോൾ ഉള്ളതുകൂടി നഷ്ടമായ അനുഭവം. അതുകൊണ്ട് എന്റെ ഹൃദയത്തിന്റെ സന്തോഷം അവസാനിച്ചു, നൃത്തം വിലാപമായി മാറി, ശിരസിൽ നിന്ന് കിരീടം വീണുപോയി, എനിക്ക് ദുരിതം, കാരണം ഞാൻ പാപം ചെയ്തു പോയി. അപ്പോ നമ്മൾ എന്തിനാണ് സന്തോഷത്തിന് അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്? ദൈവിക സാന്നിധ്യത്തിലോ, ദൈവത്തിന്റെ കൂടെയുള്ള വാസത്തിലോ, ദൈവത്തിന്റെ പ്രീതിയിലോ? ഇന്ന് പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്ന വലിയൊരു മാതൃക ഇതാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിലും ദൈവപ്രീതിയിലും സന്തോഷം കണ്ടെത്തുക. അപ്പൊ മാലാഖ മറിയത്തോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ അത്യധികം ആനന്ദിച്ചാലും, കാരണം ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോട് കൂടെ, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. രണ്ടാമത്തെ സാക്ഷ്യം നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 42-ാമത്തെ വചനത്തിലാണ്. ആ സാക്ഷ്യം കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു സ്ത്രീയാണ്. ആരാത്? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു സ്ത്രീ പരിശുദ്ധ അമ്മയെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. എന്താണത്? ആരാണത്? എലിസബത്ത്. എലിസബത്ത് കൊണ്ടെങ്കിൽ സാക്ഷ്യം എന്താണ്? സ്ത്രീകളിൽ നീ അനുഗ്രഹീത, സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ്. അപ്പൊ പരിശുദ്ധ അമ്മ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. കാരണം കൂടെ എലിസബത്ത് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയായി തീർന്നത്? അതിന് കാരണം ഇതാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. നിന്റെ ഉദരഫലം അനുഗ്രഹീതമായതുകൊണ്ട് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. എപ്പോഴാണ് ഒരമ്മ അനുഗ്രഹീതയായി തീരുന്നത്? അവൾ ബഹുമാനിക്കപ്പെടുമ്പോഴോ, അവൾ സൗന്ദര്യമുള്ളപ്പോഴോ, അവളുടെ സൗന്ദര്യം അനേകരാൽ വർണ്ണിക്കപ്പെടുമ്പോഴോ, അവളുടെ ആരോഗ്യമുള്ളപ്പോഴോ ഒക്കെയാണോ ഒരമ്മ അനുഗ്രഹീതയായി തീരുന്നത്? ഒരു സ്ത്രീ ഒരുപക്ഷെ അനുഗ്രഹീത, ഭാഗ്യവതി എന്ന് കീർത്തിക്കുന്നത് അവളുടെ സൗന്ദര്യം കൊണ്ടോ, ആരോഗ്യം കൊണ്ടോ, അംഗീകാരം കൊണ്ടോ, സ്റ്റാറ്റസ് കൊണ്ടോ ഒക്കെ ആയിരിക്കും ഒരു സ്ത്രീ അംഗീകൃതയായി തീരുന്നത്. ഒരമ്മ എപ്പോഴാണ് അനുഗ്രഹീതയായി തീരുന്നത്? അവളുടെ കുട്ടിയിലൂടെയാണ്, മക്കളിലൂടെയാണ് അമ്മ അനുഗ്രഹീതയായി തീരുന്നത്. അപ്പൊ ഇവിടെ എലിസബത്ത് മറിയത്തെ കുറിച്ച് പറയുന്നു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. കാരണം എന്താണ്? നിന്റെ ഉദരഫലം അനുഗ്രഹീതം. ഉദരഫലം ആരാണ്? ദൈവപുത്രനാണ്. അതുകൊണ്ട് എന്റെ കർത്താവിന്റെ അമ്മയാണ് നീ, എന്റെ കർത്താവിന്റെ അമ്മയാണ് നീ. കാരണം നീ വഹിച്ചിരിക്കുന്നത് ആരെയാണ്? ദൈവപുത്രനെയാണ്. അതുകൊണ്ട് നീ സ്ത്രീകളിൽ വെച്ച് ഏറ്റവും അനുഗ്രഹീതയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉന്നതരായ സ്ത്രീകൾ വിശുദ്ധ ഗ്രന്ഥത്തില് അനുഗ്രഹീതരായി തീർന്നിരിക്കുന്നത് അനുഗ്രഹത്തിന് പാത്രമായ മക്കൾക്ക് ജന്മം കൊടുത്തുകൊണ്ടാണ്. റൂത്ത് അനുഗ്രഹീതയായി. റൂത്ത് ഒരു വിജാതീയ സ്ത്രീയായിരുന്നു, മൊവാബ് സ്ത്രീയായിരുന്നു. ഇസ്രായേൽക്കാരെ എപ്പോഴും തള്ളിക്കളഞ്ഞിരുന്ന ഒരു വംശമായിരുന്നു മൊവാബ്. കാരണം മൊവാബിന്റെ ജന്മം തന്നെ നല്ല ഒരു ജന്മമായിരുന്നില്ല. ലോത്തിന്റെ പുത്രികളിൽ മൂത്തവള് പിതാവിനോടൊപ്പം ശയിച്ചു. പിതാവിന് വീഞ്ഞു കുടിപ്പിച്ച് ഉന്മത്തനാക്കിയതിനു ശേഷം രാത്രിയിൽ പിതാവിനോടൊപ്പം ശയിച്ച് പിതാവിൽ നിന്ന് ഗർഭം ധരിച്ച മകനാണ് മൊവാബ്. ആ മൊവാബ് വംശത്തിൽപ്പെട്ടവളായിരുന്നു ആര്? റൂത്ത്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ എങ്ങനെ അനുഗ്രഹീതയായി മാറി? അവൾ അനുഗ്രഹീതയായി മാറിയത് ബോവാസിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ട ഒരു മകൻ ജനിച്ചപ്പോഴാണ്. ഓബദ് എന്നൊരു മകൻ ജനിച്ചപ്പോൾ ആ ഓബദ് ആരായി മാറി? ദാവീദിന്റെ വലിയ അപ്പാപ്പനായി മാറി. ദാവീദിന്റെ അപ്പാപ്പനായി മാറിയ ഓബദിന് ജന്മം കൊടുത്തപ്പോഴാണ് റൂത്ത് ഭാഗ്യവതിയായി തീർന്നത്. അനുഗ്രഹിക്കപ്പെട്ട മകന് ജന്മം കൊടുത്തപ്പോൾ ഗർഭം ധരിച്ചവൾ ആരായി മാറി? അനുഗ്രഹിക്കപ്പെട്ടവളായി മാറി. സാംസന് ജന്മം കൊടുത്തപ്പോൾ സാംസന്റെ അമ്മ അനുഗ്രഹീതയായി മാറി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാംസൺ എന്ന വലിയൊരു മനുഷ്യന്, ആത്മാവ് നിറഞ്ഞ ശക്തിയുള്ള ഒരു മനുഷ്യന് ജന്മം കൊടുത്തപ്പോൾ സാംസന്റെ അമ്മ
ഭാഗ്യവതിയായി മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യത്തെ പ്രവാചകനും അവസാനത്തെ ന്യായാധിപനുമായിരുന്ന സാമുവേലിന് ജന്മം കൊടുത്തതിന്റെ ഫലമായിട്ട് വന്ധ്യയായിരുന്ന ഹന്ന ഭാഗ്യവതിയായി മാറി. പരിശുദ്ധ അമ്മയുടെ കീർത്തനം, സ്തോത്രഗീതമുണ്ടല്ലോ, ആ സ്തോത്രഗീതം ആദ്യം ആലപിച്ചത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ടൈപ്പ്, ഒരു മോഡൽ നമ്മൾ കാണുന്നത് ഹന്നായുടെ കീർത്തനത്തിലാണ്. ഹന്നായുടെ കീർത്തനം കടമെടുത്താണ് വാസ്തവത്തിൽ പരിശുദ്ധ അമ്മ സ്തോത്രഗീതം ആലപിച്ചത്. അപ്പൊ ആദ്യം ഇത് ആലപിച്ചത് ആരാ? ഹന്നയാണ്. ഹന്നയ്ക്ക് എപ്പോഴാണ് ഈ സ്തോത്രഗീതം പരിശുദ്ധാത്മാവ് കൊടുത്തത്? അവൾക്ക് ഒരു കുട്ടി ജനിച്ചപ്പോൾ. തന്റെ അപമാനം മാറ്റിക്കൊണ്ട്, തന്റെ വന്ധ്യതയ്ക്ക് പരിഹാരമുണ്ടായിക്കൊണ്ട് സാമുവേൽ എന്ന ഉന്നതനായ ഒരു പുത്രന് ജന്മം കൊടുത്തു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് അവളിൽ സ്തുതിഗീതങ്ങൾ ഉയർത്തി. ആ സ്തുതിഗീതമാണ് പരിശുദ്ധ അമ്മ എടുത്ത് ഉപയോഗിക്കുന്നത് തന്നെ സ്തോത്രഗീതമായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഹന്ന എപ്പോഴാണ് അനുഗ്രഹീതയായി മാറിയത്? അനുഗ്രഹത്തിന്റെ പാത്രമായ സാമുവേലിന് ജന്മം കൊടുത്തപ്പോഴാണ്. ഇതുപോലെ എലിസബത്ത് എപ്പോഴാണ് അനുഗ്രഹീതയായി മാറിയത്? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ ഉണ്ടായിട്ടില്ല. യേശു സ്നാപകനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം, സ്ത്രീകളിൽ ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ ഉണ്ടായിട്ടില്ല. അത്രയും ഉന്നതനായ ഒരു മകന് ജന്മം കൊടുത്തത് കൊണ്ട് ആര് ഭാഗ്യവതിയായി? എലിസബത്ത് ഭാഗ്യവതിയായി. ഇപ്പൊ എലിസബത്ത് ഭാഗ്യവതിയായത് ഉന്നതനായ ഒരു മകന് ജന്മം കൊടുത്തതുകൊണ്ടാ. അപ്പൊ പരിശുദ്ധ അമ്മ ഭാഗ്യവതിയായത് എന്തുകൊണ്ടാ? ദൈവപുത്രന് ജന്മം കൊടുത്തതുകൊണ്ട്. ഒരമ്മ ഭാഗ്യവതിയായി തീരുന്നത് ഉന്നതരായ മക്കൾക്ക് ജന്മം കൊടുത്തുകൊണ്ടാണ്. യേശു എങ്ങനെയാണ് ജനിച്ചത്? മാലാഖ പരിശുദ്ധ മറിയത്തോട് എങ്ങനെയാണ് അവൾ ഗർഭവതിയാകാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. നീ ഗർഭം ധരിച്ചു പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോ പരിശുദ്ധ അമ്മ മാനുഷികമായ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു സംശയങ്ങൾ ചോദിച്ചു. ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? അത് മാനുഷികമായ ചോദ്യമാണ്. ഏത് മനുഷ്യർക്കും മനസ്സിൽ ഉയരാവുന്ന ഒരു ചോദ്യമാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോഴാണ് മാലാഖ പറയുന്നത്, ഇത് മനുഷ്യന്റെ പ്രവൃത്തിയില്ല, ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവ് നിന്നിൽ വന്ന് നിറയും, ഉന്നതങ്ങളിൽ ശക്തി ഇറങ്ങി വരും, നീ പരിശുദ്ധാത്മാവിൽ നിറയും, അപ്പോൾ നീ ഒരു പുത്രനെ ഗർഭം ധരിക്കും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച ഒരു സ്ത്രീ, പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചതുകൊണ്ട് ആ പുത്രൻ ദൈവപുത്രനായി മാറി. ദൈവപുത്രനായതുകൊണ്ട് അവനെ ഗർഭം ധരിച്ച സ്ത്രീയും ആരായി മാറി? അനുഗ്രഹത്തിന്റെ പാത്രമായി മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൈസ്തവ സഭ നമ്മെ പഠിപ്പിക്കുന്നതും വചനം നമ്മോട് ആവശ്യപ്പെടുന്നതും ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കേണ്ടത് പരിശുദ്ധാത്മാവിന് ഫലമായ സ്നേഹത്താൽ നിറഞ്ഞായിരിക്കണമെന്നാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആദ്യത്തേതും ഏതാ? സ്നേഹമാണ്. അതാണല്ലോ നമ്മൾ ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 22-23 വചനങ്ങൾ വായിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ 9 ഫലങ്ങൾ: സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, സൗമ്യത, വിശ്വസ്തത, ആത്മസംയമനം. ഈ 9 ഫലങ്ങളിൽ ആദ്യത്തേത് ഏതാ? സ്നേഹമാണ്. കൊരിന്ത്യക്കാർക്ക് 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളില് പൗലോസ് ശ്ലീഹ പറയും, മറ്റേതിനേക്കാളും ഉത്കൃഷ്ടം ഏതാണ്? സ്നേഹമാണ്. മറ്റെന്തിനേക്കാൾ ഉത്കൃഷ്ട സ്നേഹമാണ്. അപ്പോൾ ഈ സ്നേഹത്താൽ പ്രേരിതമായി ഒരു കുട്ടിയെ അമ്മ ഉദരത്തിൽ സ്വീകരിച്ചാൽ ആ കുട്ടിയും ആരായി മാറും? ദൈവത്തിന്റെ മകനും മകളുമായി മാറും. ആ കുട്ടിക്ക് ജന്മം കൊടുക്കുന്ന അമ്മ ആരായി മാറും? അനുഗ്രഹീതയായി മാറും. ഇന്ന് പല മക്കളും, പല മാതാപിതാക്കന്മാരും അനുഗ്രഹീതരല്ലാത്തതിനും ഇങ്ങനെ ഒരു കുട്ടി എന്തുകൊണ്ട് എന്റെ ഉദരത്തിൽ ജനിച്ചു എന്ന് ചോദ്യം ഉയർത്തുന്നതിനും കാരണം എന്താണ്? ഈ കുട്ടിക്ക് ജന്മം കിട്ടിയിരിക്കുന്നത് സ്നേഹത്തിൽ നിന്നല്ല, പലപ്പോഴും ശാരീരിക തൃഷ്ണ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഗ്രഹത്തിന്റെ വെളിച്ചത്തിലോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും. അതുകൊണ്ട് ഉദരത്തിൽ ജനിച്ചു വളർന്ന കുട്ടി അനുഗ്രഹമാകുന്നതിന് പകരം ഇന്ന് പലപ്പോഴും അമ്മയ്ക്ക് തലവേദന, അപ്പന് തലവേദന, കുടുംബത്തിന് തലവേദന, നാടിന് മുഴുവൻ ഭാരമായി മാറുന്നു. ഒരമ്മ എന്റെ അടുക്കൽ വന്ന് കണ്ണുനീരൊഴുക്കി പറഞ്ഞതാണ്, എന്റെ കർത്താവെ, ഇങ്ങനെ ആയിത്തീരുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അതിനെ എന്റെ ഉദരത്തിൽ വെച്ച് നശിപ്പിച്ചു കളഞ്ഞേനെന്ന്.
ഇങ്ങനെ ആയിത്തീരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അത് ജനിക്കാതിരിക്കുന്നതായിരുന്നു മെച്ചമെന്ന് ഒരമ്മ എന്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കി പറഞ്ഞതാണ്. കാരണം ആ മകന്റെ ഇപ്പോഴത്തെ അവസ്ഥ, കൊട്ടേഷൻ ടീമിൽ ചെന്നുപെട്ടു. അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടി മാതാപിതാക്കന്മാർ ആവുന്നത്ര ശ്രമിച്ചു, അതിനെ സമ്മതിക്കുന്നില്ല. അവൻ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും വീണ്ടും 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 ഈ തിന്മയിലേക്ക് ആണ് ഇറങ്ങുന്നതല്ലാതെ ഒരിക്കലും തിരിച്ചു വരുന്നില്ല. 3-4 പ്രാവശ്യം ഇപ്പോൾ ജയിലിലായി, 3-4 പ്രാവശ്യം ജയിലിലായി. ഇപ്പോഴും അവൻ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ വീട്ടിലല്ല, കൂട്ടുകാരുടെ പോകും, കൊട്ടേഷൻ ടീമിൽ പോകും, അടിപിടിയായി പിന്നെയും ജയിലിൽ പോകും. അങ്ങനെ ഒരു മകൻ ഏതൊരമ്മയ്ക്കാണ് അഭിമാനം? അങ്ങനെ ഒരു മകൻ ഒരു അമ്മയ്ക്കാണ് അപമാനം കൊടുക്കാതിരിക്കുക? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ അമ്മ എങ്ങനെയാണ് അനുഗ്രഹീതയായി തീരാൻ പോവുക? അതുകൊണ്ട് അമ്മമാർ അനുഗ്രഹീതരായി തീരുന്നത് എങ്ങനെയാണ്? അനുഗ്രഹിക്കപ്പെട്ട മക്കൾ ഉദരത്തിൽ ജനിക്കുമ്പോഴാണ്. അപ്പോ എലിസബത്ത് പരിശുദ്ധ അമ്മയെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം ഇതാണ്: നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, കാരണം ഉദരഫലം അനുഗ്രഹീതം. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധ അമ്മ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ മറ്റൊരു വെല്ലുവിളി ഉയർത്തുന്നു. നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമോ ഇല്ലയോ? നിങ്ങളുടെ ഉദരഫലത്തിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമോ ഇല്ലയോ എന്ന്. ഇന്നുവരെ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. കർത്താവ് മാർഗം തരുന്നുണ്ട്. അനുതപിച്ച് കർത്താവിന് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ മക്കളെ പരിശുദ്ധാത്മ നിറയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇന്നുവരെ ആ മക്കൾ പരിശുദ്ധാത്മ നിറഞ്ഞവരല്ല എങ്കിൽ ഇന്ന് മുതൽ പ്രാർത്ഥിച്ചോ പരിശുദ്ധാത്മാവിനെ നിറയാനായിട്ട്. ആ മക്കളെ പരിശുദ്ധാത്മ നിറഞ്ഞു കഴിയുമ്പോൾ ആ മക്കൾ ആരായി മാറും? അനുഗ്രഹമായി മാറും. മക്കൾ അനുഗ്രഹമാകുമ്പോൾ അമ്മയും അനുഗ്രഹിക്കപ്പെട്ടവളാകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒത്തിരി അമ്മമാരുടെ ചരിത്രം പോട്ടെ ആശ്രമത്തിൽ പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒത്തിരി അമ്മമാരുടെ ചരിത്രം ഈ ആലയത്തിൽ പറയാനുണ്ട്. ഒരു കാലത്ത് ശാപമായിരുന്ന മക്കൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവകൃപ സ്വീകരിച്ച് നന്മയിൽ ജീവിച്ചു കഴിയുമ്പോൾ അമ്മയും അനുഗ്രഹീതയാകുന്നു. അങ്ങനെയുള്ള അമ്മമാരുടെ ചരിത്രം ഒത്തിരി പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് അമ്മമാർക്ക് അപ്പമാർക്കും ഇന്ന് കർത്താവ് നൽകുന്ന ഒരു വെല്ലുവിളി, മാതാവ് നൽകുന്ന ഒരു വെല്ലുവിളി: നിങ്ങൾ നിങ്ങളുടെ മക്കളാൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുമോ? മക്കളെ പറഞ്ഞ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുമോ? ആ ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയർന്നു നിൽക്കട്ടെ.